ഇതൊരു യാത്രാ വ്ളോഗാണ്. ഏറ്റുമാനൂരിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ഒരു വ്ളോഗാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊന്നും അധികം ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ഡേ എക്സ്പ്രസ് പരശുരാമിനാണ് നമ്മൾ പോയത്. പരശുരാമിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏതാണ്ട് 150 രൂപയോളം ടിക്കറ്റിനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ വരേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എല്ലാവരുടെ ചേച്ചിമാരെല്ലാവരും ഉണ്ട്, ചേച്ചിമാരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെയായിട്ട് നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. ട്രെയിനിൽ നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂർ സമയം പോയത് അറിഞ്ഞു പോലുമില്ല. അതുപോലെ രസമായിരുന്നു ഈ യാത്ര, നല്ല രസമായിരുന്നു. എന്താ പറയുക, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു എന്നറിയാമോ ട്രെയിനിലിരുന്ന്, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ അവിടുന്ന് ഒരു ടാക്സി എടുത്തത് 1300 രൂപയായി. നമ്മൾ 7 പേർക്ക് കയറുന്ന അങ്ങനത്തെ 3 ടാക്സിയാണ് നമ്മളെടുത്തത്. അങ്ങനെ ഒരു വണ്ടിയായിരുന്നു. അതിൽ നമ്മൾ ഗുരുവായൂരേക്ക് യാത്ര ചെയ്തു. ഗുരുവായൂർ നമ്മളെ ഹോട്ടലിൽ തന്നെ കൊണ്ടെത്തിച്ചു കേട്ടോ. ഭാഗവത സത്രം എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്. തൊട്ടടുത്താണ്, കുറച്ചേ ഉള്ളൂ, ഒരു 10-200 മീറ്റർ നടക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വൈകുന്നേരം 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തി. 3 മണിയൊക്കെ ആയപ്പോൾ എത്തിപ്പോയി, റൂമിൽ പോയി ഫ്രഷായി തിരിച്ച് നമ്മൾ അമ്പലത്തിൽ തൊഴാനായിട്ട്, ദീപാരാധന തൊഴാനായിട്ട് വന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഇതുപോലെ മുല്ലപ്പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. 2 പ്രാവശ്യത്തോളം നമ്മൾ നല്ലതായിട്ട് തൊഴാൻ പറ്റി. നമുക്ക് നല്ല രസമായിരുന്നു. വൈകുന്നേരം മുഴുവൻ നമ്മളവിടെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവശത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തു. നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ നമ്മളൊന്നും ചെയ്തില്ല കേട്ടോ, അങ്ങനത്തെ ഷൂട്ടിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു തവണ നമ്മൾ തൊഴുതു. ഒരു തവണ തൊഴുതിട്ട് നമ്മൾ നേരെ മമ്മിയൂരേക്കാണ് പോയത്. അവിടെ പോയി ഭഗവാനെ കണ്ടു, തൊഴുതു, നല്ല ഭംഗിയായിട്ട് തൊഴുതിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഗുരുവായൂരെത്തി കിഴക്കേതട വഴി എല്ലാം കറങ്ങി നടന്ന് വളരെ നല്ല രസമായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ കുപ്പിവളയുള്ളൊരു കുപ്പിവള മാത്രം, ഒരു ഫ്ലോറിൽ ഫുള്ള് കുപ്പിവളയായിട്ടൊരു ഷോപ്പുണ്ട്. അങ്ങനെ ആ ഷോപ്പിൻ്റെ വീഡിയോ പിന്നെ ചെയ്യാമേ. അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിര കളിച്ചു, നല്ല ഭംഗിയായിട്ട് കളിച്ചു, നല്ല രസമായിട്ട് കളിച്ചു. അതിനുശേഷം അവിടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു ഷട്ടിലുണ്ടായിരുന്നു. തൃശ്ശൂർ വന്നിറങ്ങി. തൃശ്ശൂരിൽ നിന്ന് വേണാട് പിടിച്ചിട്ടാണ് നമ്മൾ ഏറ്റുമാനൂർക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ജേണി കംപ്ലീറ്റായി. ഒരു അടിപൊളി യാത്രയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ലഭിച്ച ഒരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ.